ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് ഭാഗം 20 അധ്യായം 4 വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക്. ആത്മാർത്ഥതയോടെ ഒരു വ്യക്തിപര ബന്ധം പരിശുദ്ധാത്മാവുമായി സൃഷ്ടിച്ചെടുക്കുവാൻ താങ്കൾ താല്പര്യപ്പെടുന്നുവോ? അവന്റെ ശബ്ദം കേൾക്കുവാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു വ്യക്തിയായി അവനെ കാണുവാൻ താങ്കൾ ക്രമീകരിക്കപ്പെട്ടുവോ? ക്രമീകൃതമായ വേദപഠനത്തിന്റെ ഫലമല്ലേ അതെന്ന് താങ്കൾ ചോദിച്ചേക്കാം. അല്ല, എന്റെ ആത്മസഖിയാകുവാൻ, എന്റെ നിരന്തര വഴികാട്ടിയാകുവാൻ, എന്നെ കരം പിടിച്ച് സകല സത്യത്തിലും വഴി നടത്തുവാൻ ഞാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചതിന്റെ ഫലമാണ്. തിരുവചനത്തിൽ നിന്നും അവൻ തുറന്നു മനസ്സിലാക്കി തരുന്നത് മാത്രമേ നിങ്ങളുടെ വേദപഠനം ചൈതന്യവത്താക്കുകയുള്ളൂ. 1973 ഡിസംബറിൽ പരിശുദ്ധാത്മാവ് എന്റെ മുറിയിൽ കടന്നു വന്ന നിമിഷം മുതലുള്ളതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. ആ അനുഭവം പിന്നീട് ഒരിക്കലും നിന്നുപോയിട്ടില്ല. ഒരു വ്യത്യാസം മാത്രം: ഞാൻ ആദ്യമായി കണ്ടുമുട്ടിയ നാളിനേക്കാൾ ശ്രേഷ്ഠകരമായ വിധത്തിൽ ഇന്ന് ഞാൻ അവനെക്കുറിച്ച് അറിയുന്നു. അടിസ്ഥാനം മുതലേ നമുക്ക് തുടങ്ങാം. എന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വ്യത്യാസപ്പെടുത്തി. എന്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ ക്ഷണിച്ച നാൾ തുടങ്ങി തന്നെ പരിശുദ്ധാത്മാവ് എന്നോടുകൂടിയുണ്ട്. അത് എന്റെ വീണ്ടും ജനനമാണ്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച സമയം അതിനു പിന്നാലെയാണ്. ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടു. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. അവന്റെ സാന്നിധ്യത്തെയും കൃപാവരങ്ങളെയും കുറിച്ച് അവൻ അറിവ് തന്നു. പല ക്രിസ്ത്യാനികളും ഈ അനുഭവങ്ങൾ പ്രാപിച്ചിട്ട് അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാവിന്റെ അനേക ദാനങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: രക്ഷയ്ക്കതീതമായി, ജലസ്നാനത്തിനുമുപരിയായി, ആത്മസ്നാനത്തിനും മേലെ തൃത്വത്തിലെ മൂന്നാമനായ വ്യക്തി, അവനെ വ്യക്തിപരമായി നിങ്ങൾ അറിയുവാൻ അവൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അത് കണ്ടുപിടിക്കുന്നതിനോടാണ് നിങ്ങൾ നടന്നെടുക്കുന്നത്. താങ്കൾ എന്റെ ടെലിഫോണിലേക്ക് 2 വർഷത്തിനു മുമ്പേ വിളിച്ചിരുന്നു എന്ന് കരുതുക. ടെലിഫോണിലൂടെ നാം സ്നേഹിതരായി. നമ്മുടെ സംഭാഷണം പല പ്രാവശ്യം അരങ്ങേറി. എങ്കിലും ഒരിക്കലും കണ്ടിട്ടില്ല എങ്കിൽ എന്നെക്കുറിച്ച് വാസ്തവത്തിൽ താങ്കൾക്ക് എന്തറിയാം? എന്റെ ശബ്ദത്തിന്റെ മുഴക്കം ടെലിഫോണിലൂടെ വരുമ്പോഴേ താങ്കൾക്ക് തിരിച്ചറിയാമെന്നായിരിക്കും താങ്കൾക്ക് പറയുവാനുള്ളത്. അത് ഏറ്റവും ചെറിയ തോതിലുള്ള അറിവാണ്. തെരുവീതിയിൽ വെച്ച് എന്നെ കണ്ടാൽ താങ്കൾ തിരിച്ചറിയുകയില്ല. എന്നാൽ നാം തമ്മിൽ മുഖാമുഖമായി സന്ധിക്കുന്ന ഒരു ദിവസം വരുന്നു. പെട്ടെന്ന് ഹസ്തദാനത്തിന് താങ്കൾ കരങ്ങൾ നീട്ടുന്നു. എങ്ങനെയുള്ളവനാണ് ഞാനെന്ന് താങ്കൾ കാണുന്നു. മുഖാമുഖമായി പരിചയപ്പെടുമ്പോൾ മനുഷ്യനെക്കുറിച്ച് ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവും ഞാനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്. അവന്റെ വ്യക്തിത്വത്തിന്റെ ശ്രേഷ്ഠത എനിക്ക് മനസ്സിലായിക്കൊണ്ടേയിരുന്നു. അത് ക്രിസ്ത്യാനിയായി എന്നെ വ്യത്യാസപ്പെടുത്തി. ഒരു വ്യക്തിയായി ദൈവിക രക്ഷ എന്നെ രൂപപ്പെടുത്തി. എങ്കിലും എന്റെ ക്രിസ്തീയ ജീവിതത്തിനു മേൽ ആത്മാവിന് വലിയൊരു സ്വാധീനമുണ്ട്. പരിശുദ്ധാത്മാവിനെ അറിയുവാൻ തുടങ്ങിയ നാൾ മുതൽ അവനെക്കുറിച്ചുള്ള സൂക്ഷ്മഗ്രാഹ്യശക്തി എനിക്ക് ലഭിക്കുകയും അവനെ ദുഃഖിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവനെ പ്രസാദിപ്പിക്കുന്നത് എന്താണെന്നും മനസ്സിലാക്കി. എന്താണ് അവന് പ്രിയമായതെന്നും എന്താണ് പ്രിയമല്ലാത്തതെന്നും അവനെ പ്രകോപിപ്പിക്കുന്നത് എന്താണെന്നും സന്തോഷിപ്പിക്കുന്നത് എന്താണെന്നും ഞാൻ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവാണ് വേദപുസ്തകം എഴുതിയതെന്ന് ഞാൻ ഗ്രഹിച്ചു. ജീവിതത്തിൽ എല്ലാ തുറകളിലുമുള്ള മനുഷ്യരെ ദൈവം അതിനായി ഉപയോഗിച്ചു. എന്നാൽ ആ മനുഷ്യരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. വേദപുസ്തകം മനസ്സിലാക്കുവാൻ ഞാൻ വളരെ പാടുപെട്ടു. എന്നാൽ ഞാനത് നിവർത്തി നോക്കിയിട്ട് പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, ഈ ഭാഗം കൊണ്ട് നീ എന്താണ് അർത്ഥമാക്കുന്നത് എന്നോട് പറഞ്ഞാലും. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ അവൻ എന്നോട് സംസാരിക്കും. ദൈവവചനം എനിക്ക് വെളിപ്പെടുത്തി തരും. സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരുക്കിയെടുക്കുവാൻ കാതറിൻ കുൾമാന്റെ യോഗങ്ങളാണ് ദൈവം ഉപയോഗിച്ചത്. എന്നാൽ ഒരിക്കൽ പോലും കാതറിൻ എന്നോടൊപ്പം ഇരുന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പഠിച്ചതെല്ലാം അവനിൽ നിന്ന് നേരിട്ടാണ്. അത് വാട്ടമേൽക്കാതെയും പുതിയതായും എന്റേതായും
നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം അതാണ്. പിറ്റ്സ്ബർഗിലെ യോഗം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ എൻ്റെ മുട്ടിന്മേൽ നിന്ന് നിസ്തുല്യനായ പരിശുദ്ധാത്മാവെ, എനിക്ക് നിന്നെ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത് സത്യസന്ധമായും സുതാര്യ ബുദ്ധിയോടുമായിരുന്നു. മാനസികമായി എന്തു പിരിമുറുക്കത്തിലായിരുന്നു അപ്പോൾ എന്ന് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എന്നാൽ അന്നു മുതൽ ഒരു സഹോദരനെ പോലെ ഞാൻ അവനെ മനസ്സിലാക്കി. തീർച്ചയായും അവൻ എൻ്റെ ഭവനത്തിലെ ഒരു അംഗം തന്നെയാണ്.